മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് 43-ാമത്തെ ശ്ലോകമാണ്. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയ വീരശക്തിമതം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. രാമോ എന്നുള്ള പദം മുറിക്കുമ്പോൾ രാമ വിരാമ വിരത മാർഗ നേയ നയ അനയ വീര ശക്തിമതാം ശ്രേഷ്ഠ ധർമ്മ ധർമ്മവിദുത്തമ എന്നിങ്ങനെ നാമങ്ങൾ. അതിൽ രാമ എന്നുള്ളതാണ് ആദ്യത്തെ നാമം. നിത്യാനന്ദലക്ഷണേ അസ്മിൻ യോഗിനഃ രമന്തേ ഇതി രാമ എന്നാണ് ഭാഷ്യം പറയണത്. നിത്യാനന്ദലക്ഷണേ അസ്മിൻ, ഈ ഭഗവാനിൽ എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ സ്വഭാവം, രൂപം? നിത്യാനന്ദ സ്വരൂപമായിട്ടുള്ളതാണ്. നിത്യാനന്ദലക്ഷണേ അസ്മിൻ, നിത്യാനന്ദ സ്വരൂപമായിട്ടുള്ളതായ ഈ ഭഗവാനിൽ യോഗികൾ രമിക്കുന്നു, സന്തോഷിക്കുന്നു. അവർ അദ്ദേഹത്തെ ഭഗവാനിൽ രമിക്കുന്നു എന്നുള്ളത് കൊണ്ട്, സന്തോഷമായി അവർ ഐക്യത്തെ പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാമ രമതേ അസ്മിൻ ഇതി രാമ എന്ന് ഭഗവാനിൽ രമിക്കുന്നു ആര്? യോഗികൾ എന്നതുകൊണ്ട് ഭഗവാൻ രാമൻ എന്ന് ആദ്യത്തെ അർത്ഥം പറഞ്ഞു. പിന്നെ രണ്ടാമതൊരർത്ഥമുള്ളത് സ്വേച്ഛയാ രമണീയം വപുർ വഹൻ ദാശരഥീ രാമ എന്ന്. ഭഗവാൻ തൻ്റെ ഇഷ്ടപ്രകാരം മനോഹരമായിട്ടുള്ള ശരീരം ധരിച്ചുകൊണ്ട് ദശരഥപുത്രനായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ രാമൻ എന്ന്. ദശരഥപുത്രനായിട്ട് ജനിച്ചതായിട്ടുള്ള രാമൻ ഭഗവാൻ തന്നെയാണ് ദശരഥപുത്രനായിട്ട് അവതരിച്ചത് എന്നതുകൊണ്ട് രാമ എന്ന് ഭഗവാന്റെ നാമധേയം തന്നെ ആയി എന്നാണ്. ഇനി വിരാമ എന്ന് അടുത്ത നാമം. വിരാമ അവസാനം പ്രാണിനാം അസ്മിന്നിതി വിരാമ. എല്ലാ പ്രാണികൾക്കും അവസാനം ഭഗവാനിൽ ലയിക്കുക എന്നുള്ളതാണ് വരണത്. പ്രളയകാലത്ത് എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ തന്നെ രമിക്കുന്നു, ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അവരുടെയൊക്കെ അവസാനം ഭഗവാനിൽ തന്നെയാണ് എന്നതുകൊണ്ട് ഭഗവാൻ വിരാമ എന്ന പേര് വന്നു എന്ന്. വിരാമ വെച്ചാൽ അവസാനം. എല്ലാവരുടെയും അവസാനം ഭഗവാനിൽ തന്നെയാണ്. ഭഗവാനിൽ തന്നെയാണ് എല്ലാവരും അവസാനത്തിൽ ലയിച്ച് വർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. പ്രളയത്തിൽ എന്നതുകൊണ്ട് ഭഗവാൻ വിരാമ എന്നുള്ളതായിട്ടുള്ള നാമം വന്നു. പിന്നെ വിരത വിഗതം രഥമസ്യ വിഷയസേവായാം ഇതി വിരത. അദ്ദേഹത്തിന് ഭഗവാന് ഇന്ദ്രിയ വിഷയങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. അത് വിഗതമായിട്ടുള്ള രഥമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഇന്ദ്രിയ വിഷയങ്ങളിൽ വിഗതമായിട്ടുള്ള രഥമാണത്. രഥം എന്ന് വെച്ചാൽ താല്പര്യം. വിഗതമായിട്ടുള്ള രഥമതായി ഇല്ലാത്തതായിട്ടുള്ള താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് വിഷയങ്ങളിലൊന്നും ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും ഭഗവാന് താല്പര്യമില്ല എന്നതുകൊണ്ട് ഭഗവാൻ വിരത എന്നുള്ളതായിട്ടുള്ള നാമധേയം. അടുത്തത് മാർഗ എന്ന്. യം വിധിത്വാ അമൃതത്വായ കൽപ്പന്തേ യോഗിനഃ മുമുക്ഷവഃ സ ഏവ പന്ഥാ മാർഗ. ആ മാർഗം എന്ന് പറയുന്നത് പ്രാപിക്കാനുള്ളതായിട്ടുള്ള മാർഗം ഏതാണ്? ഭഗവാൻ തന്നെയാണ് മാർഗം. അതായത് യോഗികൾക്ക് മുക്തി ലഭിക്കാനുള്ളതായിട്ടുള്ള മാർഗം ഭഗവാനാണ്. ആ ഭഗവാനെ പ്രാപിക്കുമ്പോഴാണ്, യം വിധിത്വ ഭഗവാനെ അറിയുമ്പോഴാണ് യോഗികൾക്ക് ആ പരമാനന്ദമായിട്ടുള്ള അമൃതത്വം എന്നുള്ളതായിട്ടുള്ള അവസ്ഥ, മരണമില്ലാത്തതായിട്ടുള്ള അവസ്ഥ, മോക്ഷം എന്നുള്ളത്. മുക്തിയായി കഴിഞ്ഞാൽ പിന്നെ മരണമില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ആത്മാവിന് ജനനവും ഇല്ല, പിന്നെ മരണവും ഇല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരവസ്ഥ ആരെ അറിയുമ്പോഴാണോ ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാനെ അറിയുമ്പോഴാണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് യോഗികൾ എന്നുള്ളത് കൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ളതായിട്ടുള്ള മാർഗം ഭഗവാനാണ് എന്നതുകൊണ്ട് മാർഗ എന്ന് ഭഗവാന് നാമധേയം വന്നു എന്നാണ്.
ഇനി മാർഗ നേയ മാർഗേണ സമ്യക് ജ്ഞാനേന ജീവ പരമാത്മതയാ നീയതേ ഇതി നേയ. ജീവാത്മാവ് പരമാത്മാവിലേക്ക് നയിക്കപ്പെടുന്നു. ഭഗവാനിൽ കൂടി, അല്ലെങ്കിൽ ഭഗവാൻ ആയിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ മാർഗമാണെന്ന് പറഞ്ഞല്ലോ. ആ ഭഗവാനെ അറിയുമ്പോൾ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ഐക്യത്തെ പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ നേയ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ വന്നു. നേയ മാർഗേണ സമ്യജ്ഞാനേന ജീവ പരമാത്മതയാ നീയതേ ഇതി. സമ്യജ്ഞാനം ഉണ്ടാകുമ്പോൾ, അതായത് ഈ മാർഗം എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ് ആ മാർഗം എന്ന് പറഞ്ഞു. ഭഗവാനെ അറിയുമ്പോഴാണ് ഈ യോഗികൾ പരമാത്മാവായിട്ട് കഴിഞ്ഞ മാർഗ എന്നുള്ളതിൽ പറഞ്ഞു പരമാത്മാവായിട്ട് അമൃതത്വം ലഭിക്കുന്നത് അപ്പോഴാണ്, ഭഗവാനെ അറിയുമ്പോഴാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജ്ഞാനത്തിൽ കൂടി തന്നെയാണ് മാർഗേണ സമ്യജ്ഞാനേന, ഭഗവാന്റെ സമ്യജ്ഞാനം കൊണ്ട് ജീവാത്മാവ് പരമാത്മതയാ നീയതേ പരമാത്മാവായി നയിക്കപ്പെടുന്നു, ഐക്യം പ്രാപിക്കുന്നു, അല്ലെ, പരമാത്മാവായിട്ട് ഒന്നായിട്ട് ചേരുന്നു. അപ്പം അതുകൊണ്ട് ആ ഐക്യത്തെ പ്രാപിക്കുന്നു എന്നതുകൊണ്ട് നീയതേ ഇതി നേയ എന്ന്. അപ്പോൾ നേയം ആയിട്ടുള്ളത് ഭഗവാനാണ്, മാർഗം ആയിട്ടുള്ളതും ഭഗവാനാണ്. സമ്യജ്ഞാനം ആകുന്ന മാർഗം കൊണ്ട് ജീവൻ പരമാത്മാവിലേക്ക് നയിക്കപ്പെടുന്നു എന്നതിനാൽ ഭഗവാൻ നേയ എന്ന്. ഇനി അടുത്തത് നയ എന്ന്. നയതി ഇതി നയ. നേതാ മാർഗ നേയ നയ ഇതി ത്രിരൂപ പരികല്പ്യതേ എന്ന് പറയുന്നു. നയതി ഇതി നയ, നയിക്കുന്നു എന്നത് കൊണ്ട് നയ എന്ന നാമധേയം. ഭഗവാൻ തന്നെയാണ് ഈ പരമാത്മാവിലേക്ക് ജീവാത്മാവിനെ നയിക്കുന്നത് എന്നതുകൊണ്ട് നയിക്കുന്ന ആള് കർത്താവ്, നയിക്കുക എന്നുള്ളതിൻ്റെ കർത്താവ്, അപ്പം അതും നയ എന്നുള്ളത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇവിടെ 3 നാമങ്ങൾ അടുപ്പിച്ച് പറഞ്ഞു. ഒന്ന് മാർഗ എന്ന്, രണ്ടാമത്തേത് നേയ എന്ന്, മൂന്നാമത്തേത് നയ എന്ന്. ഇത് 3ഉം നയിക്കൽ എന്നുള്ളതിനായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 3 നാമങ്ങളും. ഒന്ന് മാർഗം, നയിക്കുന്നതിനുള്ളതായിട്ടുള്ള മാർഗം. മറ്റത് നേയ, നയിക്കപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ നയ എന്ന് വെച്ചാൽ നയിക്കുന്നവൻ എന്നുള്ളത്. ഇങ്ങനെ 3 നാമങ്ങളും ഭഗവാനിൽ തന്നെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. മാർഗം ഭഗവാൻ തന്നെ, നേയം ആയിട്ടുള്ളതും ഭഗവാൻ തന്നെ, നയിക്കുന്നതായിട്ടുള്ള വ്യക്തിയും ഭഗവാൻ തന്നെ എന്ന് വന്നു. അങ്ങനെ 3 നയിക്കപ്പെടുന്നതും നയിക്കുന്നതും നയിക്കുന്നതിനുള്ളതായിട്ടുള്ള മാർഗവും എല്ലാം ഭഗവാൻ തന്നെയാണ്. അതാണ് ആ 3 വിധത്തിലും ഭഗവാൻ തന്നെ വർത്തിക്കുന്നത് കൊണ്ട് ഈ 3 നാമങ്ങളും ഭഗവാന് തന്നെ യോജിച്ചതായിട്ട് തീരുന്നു എന്ന്, ഭഗവാന്റെ നാമധേയമായിട്ട് തീരുന്നു ഈ 3ഉം എന്നാണ് പറഞ്ഞത്. ഇനി അനയ എന്ന് അടുത്തത്, അതായത് ഒന്നും കൂടി ആ അർത്ഥം നയിക്കുന്നു എന്നതുകൊണ്ട് നയ, അതായത് നയിക്കുന്നവൻ ഭഗവാനാണ്. നേതാവ് മാർഗം, നയിക്കപ്പെടുന്നത് എന്നിങ്ങനെ. നേതാവ് എന്ന് വെച്ചാൽ നയിക്കുന്നവൻ നേതാവ്. ഇനി ആ മാർഗം, നയിക്കാനുള്ളതായിട്ടുള്ള മാർഗം, ജ്ഞാനം, അതും ഭഗവാൻ തന്നെയാണ്. നയിക്കപ്പെടുന്നത് ജീവാത്മാവ് പരമാത്മാവിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പോൾ ജീവാത്മാവ് എന്നുള്ളതും ഭഗവാൻ തന്നെയാണ്. നയിക്കുന്നവനും ഭഗവാൻ തന്നെയാണ്. എന്നിങ്ങനെ 3 തരത്തിലും ഭഗവാൻ തന്നെ വന്നു എന്ന് പറഞ്ഞു. അനയ, ഇനി ഭഗവാനെ നയിക്കാനായിട്ട് വേറൊരാളില്ല എന്നതുകൊണ്ട് ഭഗവാൻ അനയ, നയിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട്. നയ എന്നുള്ളത് നയിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വരികയാണെങ്കിൽ നയിക്കപ്പെടുന്നില്ല, ഭഗവാനെ നയിക്കാനായിട്ട് വേറൊരു നേതാവ് ഇല്ല എന്നതുകൊണ്ട് ഭഗവാൻ അനയ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ വന്നു എന്നാണ്. ഇനി അടുത്തത് വീരഹ. വിക്രമശാലിത്വാത് വീരഹ, വിക്രമം ഉള്ളതുകൊണ്ട് ഭഗവാന് വീരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം. വിക്രമശാലിത്വാത്, വിക്രമം ഉള്ളതുകൊണ്ട് വീരഹ എന്നുള്ളതായിട്ടുള്ള നാമം. അടുത്തത് ശക്തിമതാം ശ്രേഷ്ഠ. ശക്തിമതാം വിരിഞ്ചാദീനാമപി ശക്തിമത്വാത് ശക്തിമതാം ശ്രേഷ്ഠ. വിരിഞ്ചാദികളെക്കാൾ ഒക്കെ ശക്തനാണ്, ശക്തിയുള്ളവരാണ് വിരിഞ്ചാദികൾ. ബ്രഹ്മാവ് തുടങ്ങിയവർക്കൊക്കെ ശക്തിയുള്ളവരാണ്. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എല്ലാവരും ശക്തിയുള്ളവരാണ്. പക്ഷേ അവരെക്കാളെല്ലാം ശക്തിയുള്ളതാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട്, സാക്ഷാൽ ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന്
ശക്തിമതാം ശ്രേഷ്ഠ, ശക്തിയുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ എന്ന്. ഇനി ധർമ്മ, സർവഭൂതാനാം ധാരണാത് ധർമ്മ എന്ന്, എല്ലാ ജീവജാലങ്ങളെയും ധരിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ധർമ്മ എന്നുള്ളതായിട്ടുള്ള നാമധേയം. സർവ ജീവജാലങ്ങളെയും സർവഭൂതങ്ങളെയും നയിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ധർമ്മ എന്നുള്ളതായിട്ടുള്ള നാമധേയം. അല്ലെങ്കിൽ ധർമ്മൈഹി ആരാധ്യത്തെ ഇതി വാ ധർമ്മ, ധർമ്മങ്ങളാൽ ആരാധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട്, ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആരാധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ധർമ്മ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ വന്നു എന്നാണ്. ഇനി ധർമ്മവിദ് ഉത്തമ, ധർമ്മവിത്തുകളിൽ വെച്ച് ഉത്തമനായിട്ടുള്ളവൻ, ധർമ്മത്തെ അറിയുന്നവരിൽ വെച്ച് ഉത്തമനായിട്ടുള്ളവൻ, എല്ലാ ധർമ്മങ്ങളെയും ഉണ്ടാക്കിയിട്ടുള്ളതും, അതായത് ഏതെല്ലാമാണ് ധർമ്മങ്ങൾ, എന്തെല്ലാം ആണ് ധർമ്മങ്ങൾ എന്നുള്ളതൊക്കെ വിസ്തരിച്ച് ഉപദേശിച്ചിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. അത് ആചരിച്ച് കാണിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവൻ ഭഗവാൻ തന്നെയാണ്. ഈ ധർമ്മങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത്രത്തോളം അറിവ് വേറെ ആർക്കും ഇല്ലയോ ധർമ്മങ്ങളെക്കുറിച്ച്. അപ്പോൾ ധർമ്മവിദ് ഉത്തമ, ധർമ്മവിത്തുക്കളിൽ വെച്ച്, ധർമ്മത്തെക്കുറിച്ച് അറിയുന്നവരിൽ വെച്ച് ഉത്തമനാണ് ഭഗവാൻ ഭഗവാനാൽ തന്നെ പ്രോക്തങ്ങളാണ് ധർമ്മങ്ങളൊക്കെ. അപ്പോൾ ഭഗവാനേക്കാൾ അതിനെക്കുറിച്ച് അറിയുന്നതായിട്ട് ആരുമില്ല. അപ്പോൾ ധർമ്മവിദ് ഉത്തമ, ധർമ്മവിത്തുക്കളിൽ വെച്ച്, ധർമ്മം അറിയുന്നവരിൽ വെച്ച് ഉത്തമനാണ് ഭഗവാൻ എന്ന് ആ ധർമ്മവിദുത്തമ എന്നുള്ളതായിട്ടുള്ള നാമത്തിൻ്റെ അർത്ഥം. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ.